ഗസ യുദ്ധത്തിനുള്ള വെടിനിർത്തൽ പദ്ധതി നിർദ്ദേശം പുറത്തുവിട്ട US. 1700 ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കാനാണ് നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചെന്ന് ട്രംപ്. ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ മാപ്പ് ചോദിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഖേദപ്രകടനം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ. ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചു. US-ന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഹമാസിന്റെ നിലപാട് നിർണായകം. നിർദ്ദേശങ്ങൾ പഠിച്ച ശേഷം പ്രതികരണമെന്ന് ഹമാസ്. 72 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് ഇസ്രായേലും US-ഉം. അമേരിക്കയ്ക്ക് പുറത്തു നിർമ്മിക്കുന്ന സിനിമകൾക്ക് 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. വിദേശ നികുതി ഇളവുകൾ പ്രയോജനപ്പെടുത്തുന്നത് തടയുകയാണ് ലക്ഷ്യം. ഇതോടെ സേവന മേഖലയിലേക്കും അധിക നികുതി വ്യാപിപ്പിക്കും. സൊഹ്റാൻ മംദാനി മേയറായാൽ ന്യൂയോർക്കിന് ഫണ്ട് നൽകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം ട്രൂത്ത് സോഷ്യലിലൂടെ. മംദാനിയുടേത് വ്യാജ വാഗ്ദാനങ്ങളെന്ന് ട്രംപ്. ശാസ്ത്രജ്ഞരും വിദഗ്ധരും US വിട്ട് ചൈനയിലേക്ക് ചേക്കേറുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം US-ൽ ജോലി ചെയ്ത് 85% അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞർ ചൈനീസ് ഗവേഷണ സ്ഥാപനങ്ങളിലേക്ക് മാറിയെന്ന് റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ചൈനയിൽ തുറന്നു. ഭാരം 96 ട്രക്കുകൾ ഉപയോഗിച്ച് പാലത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തി. ഗുയിചൌ പ്രവിശ്യയിൽ നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചത്. മോൾഡോവയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് മയാ സന്തുവിന്റെ പാർട്ടി ഓഫ് ആക്ഷൻ ആൻഡ് സോളിഡാരിറ്റിക്ക് ജയം. 50% വോട്ട് നേടിയാണ് PS-ന്റെ ജയം. പേട്രിയറ്റ് ബ്ലോക്ക് പാർട്ടിക്ക് ലഭിച്ചത് 24% വോട്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം 9 മാസം തടവിലിട്ട അമേരിക്കൻ പൌരൻ അമീർ അമീറി മോചിതനായി. ഖത്തർ മധ്യസ്ഥത വഹിച്ചെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഈ വർഷം താലിബാൻ മോചിപ്പിക്കുന്ന 5ാമത്തെ അമേരിക്കക്കാരനാണ് അമീറി. സൗദിയിൽ സന്ദർശക വിസയിലെത്തുന്നവർക്ക് ബാങ്ക് അക്കൌണ്ടുകൾ അനുവദിക്കാൻ നീക്കം. അനുമതി നൽകിയത് സൗദി സെൻട്രൽ ബാങ്ക്. ബാങ്ക് അക്കൌണ്ട് തുറക്കാനുള്ള പ്രത്യേക ID കാർഡ് ആഭ്യന്തര മന്ത്രാലയം നൽകും. റാസൽ ഖൈമയിൽ പറക്കും ടാക്സി സേവനം പ്രഖ്യാപിച്ചു. 2027-ൽ സർവീസ് ആരംഭിക്കും. റാക്ക് ട്രാൻസ്പോർട്ട് അതോറിറ്റി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സൗദിയിലെ മികച്ച നഗരങ്ങളിൽ ഒന്നാമതായി ജിദ്ദ. ജീവിത നിലവാര സൂചികയിലാണ് നേട്ടം. അറബ് ലോകത്ത് 1ാം സ്ഥാനം മസ്കത്തിനാണ്. നേട്ടം നുംബിയോ ഓൺലൈൻ സൂചിക പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ. ടിക്കറ്റ് എടുക്കുന്നവർ നിരക്കളവ് പ്രഖ്യാപിച്ച് ഷാർജയുടെ വിമാന കമ്പനിയായ എയർ അറേബ്യ. 139 ദിർഹത്തിന് വരെ ടിക്കറ്റ് ലഭ്യമാകും. ദുബൈയിൽ ചൂട് കുറഞ്ഞതോടെ വീണ്ടും സജീവമാകാനൊരുങ്ങി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ഗ്ലോബൽ വില്ലേജ്, മിറാക്കിൾ ഗാർഡൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ വീണ്ടും തുറക്കും. അഫ്ഗാനിസ്ഥാനിൽ സമ്പൂർണ്ണ ഇന്റർനെറ്റ് നിരോധനം. താലിബാന്റെ നടപടി ഇന്റർനെറ്റ് ഉപയോഗം അധാർമികമാണെന്ന വിചിത്രവാദം ഉന്നയിച്ച് രാജ്യത്തെ ടെലികോം സംവിധാനങ്ങൾ നിലച്ചു. ബാങ്കിംഗ് മേഖല, കസ്റ്റംസ്, വിമാന സർവീസുകൾ ഉൾപ്പെടെ പ്രതിസന്ധിയിൽ. ന്യൂസ് ക്യാപ്സൂൾ പൂർണ്ണമാകുന്നു.